റവയും പഴവും ഉപയോഗിച്ചിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഇത്തരം വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആവശ്യത്തിനുള്ള റവ ഒരു പാത്രത്തിലോട്ടേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. ഇതിലോട്ടേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലഡുവിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ടേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ റവ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ, കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കളറ് മാറിക്കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ടേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഇത് റെഡിയായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതും കൂടെ നമ്മുടെ റവയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനി ചേർക്കുമ്പം അരിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ വീണ്ടും ശർക്കരപ്പാനി ഇതിലോട്ടേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. അതും ഇതുപോലെ അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റാവുന്നതാണ്. ഇളം ചൂടോടെ തന്നെ വേണം ഇങ്ങനെ ബോളുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. റവയും പഴവും ഉപയോഗിച്ചിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.